അസോ പോവാ ഇല്ല അവിടെ നമുക്ക് കൂൺ കറിക്കല്ലേ? കറിയാണോ ഇഷ്ടമാണോ ആണ്ടി? അതിൽ എടുക്കലല്ല ചോദിക്കൊരു സാരി എടുക്കലില്ലല്ലോ. അവിടെ വെജ് വാക്സിൻ ഇടുമ്പോഴല്ലേ സാരി എടുക്കല. സാരിയൊക്കെ നിറഞ്ഞിട്ട് പിൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ എന്തിനൊക്കെ മായമില്ല മന്ത്രമില്ല. ഒറിജിനൽ കക്കേരി. അറിയായിട്ടല്ല. അപ്പൊ ഞാനിതാ ഇന്ന് അരീക്കോട് പോയിട്ട് നിൽക്കുകയാണ്. ഹസുട്ടിയെ ഈ ചെടി എനിക്ക് അപ്പോൾ ദാസുക്കുട്ടി രാവിലെ തന്നെ ഇതാ പപ്പയുടെ കൂടെ പോയിട്ട് ഇതാ ചെടി നനയ്ക്കണ പരിപാടി കേട്ടോ. ആൾ നീറ്റാണ് എന്നെ പപ്പ നനയ്ക്കണ കണ്ടിട്ട് ഓടി തന്നെ പല്ലൂടി തേച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നേരെ ഇതാ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇൻട്രസ്റ്റോടെ പോയതുണ്ട്. കാരണം എന്ത് പണി ചെയ്യുകയാണെങ്കിൽ അവൻ മുന്നിക്കുണ്ടാവും കേട്ടോ. അവനത് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും രാവിലെ അതിന് ശേഷമാണ് അവൻ പല്ലേക്ക് അവനൊക്കെ പോകുന്നത് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. രാവിലെ ഫുഡ് കൊടുക്കണായിട്ട് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് ഇപ്പോൾ കുറച്ചായിട്ട് കേട്ടോ. കാര്യമായിട്ട് ഒന്നും കഴിക്കില്ല എന്ന് തന്നെ പറയാം. സ്കൂളിലേക്ക് ഒരു പത്തിരിയൊക്കെ കഴിച്ചിട്ട് ആൾ പോവുക, അത് നിർബന്ധിച്ച് കേട്ടോ. അത്രയും മടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് തട്ടിമുട്ടിയിട്ട് ഒരു 1.5 പത്തിരി കഴിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കറി കൊടുക്കുമ്പോൾ പറയും എനിക്ക് പഞ്ചസാര മതി, പഞ്ചസാര കൊടുക്കുമ്പോൾ പറയും കറി മതി. അങ്ങനെ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൈം ആൾ കണക്കാകും കേട്ടോ. എന്തായാലും ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ TV കാണേണ്ടി വരും കേട്ടോ. കുറച്ച് നേരം ഓണാക്കിയിട്ടാലേ ഫുഡ് കഴിക്കുള്ളൂ. അതിന് മുന്നേ ഫോണായിരുന്നു. ഇപ്പോൾ ഫോൺ എന്തായാലും കാണൽ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കൊടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ. അസോ അസോ സ്കൂളിൽ പോവാ? ഇന്നെന്താ ബലൂണിൻ്റെ മത്സരമൊക്കെ ഉണ്ടോ? ഇനി ബലൂണെ കൊണ്ടുവരാനാണെന്ന്. പോവാ കൊറോണ പോയാലും മാസ്കിന് ഒരു കുറവില്ലല്ലേ? കൊറോണ ഉള്ള കാലത്ത് നിങ്ങൾ ഇട്ടിട്ടില്ല. എന്നാ വിട്ടോളൂ. അസ്സലാമു അലൈക്കും. രാവിലത്തെ ഫുഡ് ഞാൻ കഴിക്കൽ എല്ലാവരും പോയതിന് ശേഷം കേട്ടോ. ഹസുട്ടിയും ഇക്കെല്ലാം പോയതിന് ശേഷം ഒരു 8:30-9 ഉള്ളിൽ ഞാൻ എൻ്റെ ചായ കുടിക്കല കേട്ടോ. അപ്പോൾ ഇന്ന് ചപ്പാത്തിയും അതുപോലെ തന്നെ ചെറുപയറൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. അപ്പം ഞാനിതാ മുറ്റടിച്ചിരിക്കുമ്പോൾ ഒരു സംഭവം കണ്ടിട്ടോ. ഒരു വള്ളി ഉണ്ട്. അപ്പോൾ അതിലുമ്മൽ ഞാനൊരു കായ കണ്ടിട്ടോ. എന്താണെന്നല്ലേ, നമ്മുടെ കക്കേരിക്ക കേട്ടോ. സംഭവം ഇത് പടവും മുളച്ചതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് തോന്നുന്നത്. കാരണം ഇന്നലെ ഉപ്പിയും ഒരു 2 പറിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ മുറ്റടിച്ച ടൈമിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു കായ തൂങ്ങിയെടുക്കുന്നത് നോക്കിയപ്പോഴാണ് നമ്മുടെ കക്കേരി കേട്ടോ. അതും പടവും മുളച്ചത്. നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കിയാലും ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മ ഇവിടെ മത്തൻവള്ളി കാണണം, നമുക്കിന്ന് താളിക്കണ്ടേന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ നമ്മൾ ഇതുമെന്ന് കായ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് കിട്ടിയപ്പോൾ ഉമ്മക്ക് കാണിച്ചപ്പോൾ ഇന്നലെയും പറിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നും കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മ. അപ്പോൾ എന്തായാലും നമ്മളെ മോർണിംഗ് ഓരോ പരിപാടികൾ ഇങ്ങനെ നമ്മൾ കുറേ ദിവസമായി ഇപ്പോൾ ഫാമിലി വ്ളോഗൊക്കെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തിട്ട് ഇൻഷാല്ലാ ഓരോന്നായിട്ട് ചെയ്യട്ടെ. കാരണം ഞാനിപ്പോൾ കുറച്ച് നമുക്ക് കൂൺ കറിക്കല്ലേ? കറിയാണോ ഇഷ്ടമാണോ ആണ്ടി? ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കക്കേരിക്ക കേട്ടോ. അത് നമ്മുടെ പടവും മുളച്ച് തരില്ല. നമ്മൾ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അത് കാഴ്ചാലല്ലേ നിങ്ങൾ കണ്ടേ? അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു സംഭവം കൊണ്ട് നമ്മളിത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്.
ഒറിജിനൽ ഒറിജിനൽ സംഭവം. മായമില്ല മായമില്ല മന്ത്രമില്ല. ഒറിജിനൽ കക്കേരി. ഇതാരെ കണ്ടത്? റേക്കാണ്. 4 വള്ളി കണ്ടുള്ളൂ. കായുണ്ട് റെയ്യ ഒന്ന്. വള്ളി എന്തിട്ട്? ഇന്നലെ 2 പറിച്ച്. ഇന്നലെ 2 പറിച്ച്. ഇന്നിപ്പയ്യും വലിയ ഒന്ന് പറിച്ച്. ഇന്നലത്തേലേറെ വലുത് 2. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചാണ്. ഇനി നമ്മൾ മഷ്റൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമ്മൾ കൂണ് എന്തായാലും നമുക്ക് വെളുത്തുള്ളി ആ മതി. പണ്ടൊക്കെ നമ്മൾ തോട്ടത്തുനിന്ന് കിട്ടി, ഇപ്പം അതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. ഈ ഒരു പാക്കറ്റിന് 63 കിട്ടിയിട്ട് കേട്ടോ. എന്നാലും നമുക്കിത് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കൂൺ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ ഗൈസ്. കൂൺ കുന്തൽ. അപ്പം ഉമ്മ ഫ്രഷ് ജ്യൂസ് അടിച്ചോ? അപ്പം ഉമ്മാൻ്റെ മായമില്ലാത്ത ജ്യൂസ് കേട്ടോ. മായമില്ല മന്ത്രമില്ല വലുത്ത് ചെയ്യും. അപ്പം നമ്മുടെ മായമില്ല മന്ത്രമില്ലാത്ത ഉമ്മയുടെ ജ്യൂസ് കേട്ടോ. നമ്മുടെ ഒറിജിനൽ ജ്യൂസ് കിട്ടിട്ടോ. നിങ്ങൾ കുടിക്കില്ല? പിന്നെ ജ്യൂസ് ഒന്നും കുടിക്കില്ലല്ലോ. കുടിച്ചു കഴിച്ചു. ഇതിനപ്പം അല്ലാത്ത തന്നെ ഉണ്ട് തിന്ന. ക്ഷീണവും ഇല്ല നിങ്ങളെ മാതിരി. തോന്നായി അന്നലെ ആ കോഴിക്കറിക്ക് ഇത്ര ആക്കിട്ടോ. മല്ലിപ്പൊടി ചിലവിട്ടോ. അമ്മായിമ്മയും മരുവളും ഇവിടെ കിച്ചണിൽ തകർത്തായിട്ടുള്ള പരിപാടിയിലാണ്. ഉമ്മ ഇതാ ഇവിടെ നല്ല രീതിയിൽ തേങ്ങ വരക്കുന്നുണ്ട്. നമ്മളിതാ സ്കൂളിലേക്കുള്ള പരിപാടിയിലാണ്. നമുക്കിനി കരിവേപ്പിൻ്റെ ഇടാം. എല്ലാവരും നമ്മള് മസാലയ്ക്ക് പൂളിട്ടിട്ടുണ്ട്. പൂളിട്ടിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ച് നല്ല സെറ്റാക്കി എടുക്കണം. നല്ല വേവുണ്ടാവില്ല മാറ്റൊന്ന്. നമ്മൾ വിചാരിച്ചത് വേവില്ല. എന്നിട്ട് വേവും തോറും ഉറപ്പ് കൂടും പറഞ്ഞു. അപ്പം നമ്മളിതാ മസാലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതാ വറുത്തരച്ചതോടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ടല്ലോ അമ്മ. അപ്പം ഈ ഒരു പരിപാടി നമ്മൾ 2 പരിപാടിയാണ്. മത്സരിച്ചെടുക്കലമ്മ. വെറൈറ്റി വെക്കണ്ടോ? അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി ആയിട്ട് വറുത്തരച്ച് വെച്ചതാണ്. ഉപ്പ് ഉണ്ടോ? ഒരു തരിയും കൂടി ഉപ്പ് നോക്കിയാ. തരിപ്പുണ്ട് എല്ലാം കിട്ടണ്ട. വളരെ ടേസ്റ്റ് ഉണ്ടോ? പുളിയാ? പുള്ളട്ടത്. അമ്മ കുറേ പേര് ചോദിച്ചിനി നിങ്ങൾ വീഡിയോക്ക് വേണ്ടി സാരി എടുക്കുകയാണോ? അണ്ണാച്ചി സാരി എടുക്കണ അതിൽ എടുക്കലല്ല. ഇവര് സാരി എടുക്കലല്ലോ. അവിടെ വെൽജ് വാക്സ് ഇടുമ്പോഴല്ലേ സാരി എടുക്കല. സാരിയൊക്കെ നിറഞ്ഞിട്ട് പിൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ എന്തിനൊക്കെ അറിയായിട്ടല്ല. ഞാൻ സിമിന്റെ മേലെ പോകും. അപ്പൊ എന്റെ മേലെ പോവണ്ടായിരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തുണിയെടുക്കുമ്പോൾ ഒരു സാരി എടുക്കുക. നിങ്ങള് കല്യാണം അയച്ചു വിടാൻ ആ ഒരു ഇതിൽ തന്നെ ഉടുക്കൽ തുടങ്ങിയ സംഭവം. പിന്നെ മാറ്റിയില്ലല്ലോ. പണ്ടൊക്കെ ആപ്പ് സാരിയാ. പിന്നെ സാരി ഫുള്ള് സാരി. ചുരിദാർ ഇട്ടില്ലല്ലോ. അടിച്ചില്ലേ? അങ്ങനെ ഇട്ടി. ചുരിദാറിട്ട് അടിപൊളിയാ. അടിപൊളിയാ. വേറെ ആരെയും ഇപ്പൻ്റെ ഞാൻ ഉണ്ടാക്കിയ കൂൺകറി ഇങ്ങനെ ഉണ്ട്. നല്ലുണ്ട്. കൂൺകറി കൂയിസ്റ്റ് കുട്ടികളുണ്ട്. പിന്നെ ഇതാ ഇവിടെ കൂരിസ്റ്റ്. ഇവിടെ കൂന് ഇതാ കുറച്ച് ഗ്രേവി ടൈപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉമ്മാന്റെ സ്പെഷ്യലും മാന്തൽ മുളക് ഇട്ടിട്ടുണ്ട്. അപ്പൊ 2 കറിയും അടുപ്പത്ത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് നേരത്തെ തന്നെ ആയിട്ടുണ്ട്. ഹസ്ബൻഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി 2 അടുപ്പിൽ പിന്നെ ചെറുപയറുണ്ട് കേട്ടോ. അതും അസുവിന്റെ
രാവിലെ തന്നെ അവനുണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ. ഉമ്മ ഞങ്ങൾക്ക് ആർക്ക് തരാതെ ഉമ്മാക്ക് മാത്രം തിന്നാൻ വേണ്ടിയിട്ട് ഉമ്മ 2 അയില പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉമ്മാക്ക് മാത്രമുള്ള സ്പെഷ്യലല്ലേ ഉമ്മ? അയില ഞങ്ങൾ ആരും കൂട്ടൂല. അയില ഞങ്ങൾ ആരും കൂട്ടില്ല, ഉമ്മ മാത്രമേ കൂട്ടുള്ളൂ. അപ്പോൾ ഉമ്മാക്ക് അയില, ഞങ്ങൾക്ക് മാന്തൽ ഫ്രൈ ചെയ്തത്. ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ചമ്മന്തി സ്പെഷ്യൽ. ഞാൻ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എനിക്ക് അരീക്കോട് പോകാനുണ്ട്. അപ്പം ഞാൻ 2 പത്തിരി എടുത്തിട്ടുണ്ട്. എന്നെ നമ്മുടെ കൂൻ വരട്ടിയതും അതുപോലെ തന്നെ നമ്മുടെ മീൻ കറിയത്തെ മീനൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി കേട്ടോ, ഇത് ഞാനൊരു മേളയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. അപ്പം ഞാനിത് ഇന്നലെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പത്തിരിക്ക് കൂട്ടാമെന്ന് വിചാരിച്ചു. 2 പത്തിരിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് വേഗം ഞാൻ അരീക്കോട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കുറച്ച് നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാനിതാ ഇന്ന് അരീക്കോട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എനിക്കെൻ്റെ വണ്ടിയൊക്കെ അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു ഫാമിലി വ്ളോഗ് ഇടാൻ പോകുന്നത്. ഇനി കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ പോവാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മുടെ ഫാമിലി വ്ളോഗ് എന്താ ഇപ്പോൾ കാണാറില്ലല്ലോ, ഉമ്മയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ചെറിയ ബിസി കാരണം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ ഇനി മുതൽ നമ്മൾ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഞാൻ എവിടേക്കാണ് ഈ മാറ്റി ഒരുങ്ങി പോകണമെങ്കിൽ വിചാരിക്കുന്നുണ്ടാവും. എനിക്ക് അരീക്കോട് പോകണം, ബാങ്കിലൊക്കെ പോകണം. അപ്പോൾ ഞാനിപ്പോൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ വെസ്പ കൊടുത്തിട്ടുണ്ട് ഒരു ആൾ. അപ്പോൾ എനിക്കിനി ഒരു പുതിയ വണ്ടിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. പക്ഷേ അത് കൊടുത്തു നോക്കിയാൽ ഭയങ്കര സങ്കടം കേട്ടോ. കാരണം ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന വണ്ടിയായിരുന്നു. പക്ഷേ അത് നമ്മുടെ ഓരോ യാത്രകളിലും ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടി തന്നെയായിരുന്നു. പക്ഷേ ചെറിയൊരു പുതിയൊരു ഇതാക്കാൻ വേണ്ടിയിട്ട് കൊടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കറണ്ട് വണ്ടി എടുക്കാമെന്ന് കുറേ ആയി പ്ലാൻ ആക്കുന്നത്. അങ്ങനെ കൊടുത്താണ് കേട്ടോ. അപ്പോൾ അത് പോയി നോക്കിയപ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് വണ്ടിയൊന്നുമില്ല, ഇക്ക കൊണ്ടുപോയിട്ടുണ്ട്, ഇക്കാടെ വണ്ടി. ഞാൻ ബസ്സിൽ പോയിട്ട് ബാങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ബാങ്കിൽ പോയിട്ട് കുറച്ച് നമ്മുടെ യൂട്യൂബ് റവന്യൂ കുറച്ച് കിട്ടിയതൊക്കെ എടുക്കാനുണ്ട്. അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മളിന്ന് പുതിയൊരു വണ്ടി എടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ നമുക്ക് ഈ വെയിലത്ത് ബാങ്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് പോയി കേട്ടോ. അപ്പോൾ ഞാനിതാ കുറേ കാലത്തിന് ശേഷം വെയിലും കൊണ്ടിട്ട് ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ. കാരണം വണ്ടി ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വണ്ടി പോയി ശീലമായിട്ട് പിന്നെ ബസ്സിൽ പോകുമ്പോൾ ഭയങ്കര ഇടങ്ങാറല്ലേ. അപ്പോൾ ഞാനിതാ നല്ല വെയിലാട്ടോ. കാരണം എനിക്കിന്ന് ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ട്, ജ്വല്ലറി പോകേണ്ട ആവശ്യം, അങ്ങനെ കുറേ ആവശ്യത്തിന് പോവുകയാണ്. അപ്പോൾ എന്തായാലും പോയിട്ടുള്ള വിശേഷം കാണാം. അപ്പോൾ ബസ്സിലാണ് ഗൈസ് പോകണം. അത് പെരും വെയിലായതുകൊണ്ട് കുട എടുത്തോ. അപ്പോൾ നമുക്ക് പോയിട്ടുള്ള വിശേഷമൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ബാങ്കിലും ജ്വല്ലറിയിലൊക്കെ പോയി. പിന്നെ അതിന് ശേഷം ഞാനിതാ ബസ്സിൽ തിരിച്ചിരിക്കുകയാണ്. പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും നല്ല ടയേർഡായിട്ട് ഞങ്ങൾ അങ്ങോട്ടുള്ള വഴിയിൽ ഇങ്ങനെ കയറി പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.